സെൽഫി എടുക്കാനെത്തിയ ജില്ലാ പഞ്ചായത്ത് അംഗത്തോട് നോ പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി. അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലം നാടിന് സമർപ്പിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി മടങ്ങുന്നതിനിടയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. പഞ്ചായത്ത് പ്രസിഡന്റ് പരാതിക്കെട്ടുകളുമായി എത്തിയെങ്കിലും സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതുമില്ല. പിന്നീട് ഒപ്പമുള്ള ഉദ്യോഗസ്ഥരാണ് പരാതികൾ കൈപ്പറ്റിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കുമ്പിച്ചൽ കടവിൽ നിന്ന് 4 ബസ് സർവീസുകൾ ആരംഭിക്കുന്നവരെ ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. പുതുമയുള്ള കാഴ്ചകളല്ല, പല വേദിയിലും ഇത്തരം ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ പാലം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം, അത് പ്രതിപക്ഷ നിരയിലെ അംഗമാണോ? ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ്? രതീഷ്, ഇന്നലെയാണ് അമ്പൂരി പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നം എന്ന് പറയുന്ന കുമ്പിച്ചിൽക്കടവ് പാലം യാഥാർത്ഥ്യമായത് നാടിന് തുറന്നു കൊടുത്തത്. ആ തുറന്നു കൊടുത്ത ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രി വേദിയിൽ പ്രസംഗിച്ചു. അവിടെ നിന്നും മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അവിടെ വെള്ളറട ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ അംഗമായിട്ടുള്ള ഇടതു പ്രതിനിധിയാണ് TL ആതിര ഗ്രേസ് എന്ന് പറയുന്ന അംഗം അടുത്തേക്ക് എത്തുകയും മുഖ്യമന്ത്രിയോട് ഒരു സെൽഫി ആവശ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രി നോ പറഞ്ഞ് അവിടെ നിന്നും മടങ്ങുന്നത്. മുഖ്യമന്ത്രി അതിനെ കൂട്ടാക്കിയില്ല. മാത്രമല്ല, അതിന് തൊട്ട് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കെട്ട് പരാതികളുമായി എത്തി. അപ്പോൾ CK ഹരീന്ദ്രൻ MLA ഇനി പരാതി കൈമാറുകയാണ് എന്ന് മൈക്കിലൂടെ പറയുകയും ചെയ്തു. പക്ഷേ ആ പരാതി മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിച്ചില്ല. കുറെ സമയം അവിടെ നിന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് പിന്നീട് ആ പരാതി സ്വീകരിച്ച് അവിടെ നിന്നും മടങ്ങിയത്. അങ്ങനെ 2 സംഭവങ്ങളാണ് ഇന്നലെ ആ വേദിയിലുണ്ടായത്. ജില്ലാ പഞ്ചായത്ത് അംഗം ഇനി കോൺഗ്രസ് പ്രതിനിധിയോ മറ്റോ ആയിരിക്കാം. അത്തരം രാഷ്ട്രീയ കാരണങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്ന്. പക്ഷെ അല്ല, വെള്ളറട ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുന്നത് ഇത്തവണ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന ഒരു ഡിവിഷനായിരുന്നു. അൻസജിത റസൽ എന്ന് പറയുന്ന UDFന്റെ ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയെയാണ് അവിടെ വിജയം ഉറപ്പിച്ച് UDF രംഗത്തിറക്കിയിരുന്നത്. പക്ഷേ ചെറുപ്പക്കാരിയായ ആതിരയെ രംഗത്തിറക്കി CPM ആ സീറ്റ് തിരിച്ചു പിടിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറെ കാലമായി അവിടെ ഘടകകക്ഷികൾക്ക് മറ്റുമൊക്കെയായിരുന്നു ആ സീറ്റ് നൽകിയിരുന്നതെങ്കിൽ ഇത്തവണ CPM ആ സീറ്റ് ഏറ്റെടുത്ത് ഒരു യുവ പ്രതിനിധി അവിടെ നിയോഗിക്കുകയും വിജയിക്കുകയും ചെയ്തു. വാശിയേറിയ പോരാട്ടം നടന്നു. അൻസജിത വിജയം ഉറപ്പിച്ച ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അവിടെയാണ് അട്ടിമറിയിലൂടെ ആതിരയ്ക്ക് അവിടെ വിജയിക്കാനായത്. അങ്ങനെ വിജയിച്ചു വന്ന ആതിരയാണ് ഒരു സെൽഫി എടുക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുകയും മുഖ്യമന്ത്രി ഇത് നിരസിക്കുകയും ചെയ്തു.